ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രിങ്ങിൻ്റെ കൺസെപ്റ്റാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് മീൻസ് നിങ്ങൾക്കറിയാം ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എ എന്നുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ബി എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷനാണ് ഒരു സ്ട്രിങ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് സ്ട്രിങ് യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ സോഫ്റ്റ്വെയറിനകത്ത് ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാം. അതായത് സ്റ്റുഡൻറ്റിൻ്റെ നെയിം അല്ലെങ്കിൽ എംപ്ലോയിയുടെ നെയിം അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഡെസിഗ്നേഷന്, ഇതെല്ലാം കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്കൊരു സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോളർ പീസസ് ഓഫ് ക്യാരക്ടേഴ്സ് അതർവൈസ് കോൾഡ് കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ്. കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് എന്ന് വിളിക്കാൻ കാരണം ക്യാരക്ടർ എന്നുള്ളൊരു സിംഗിൾ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ് സ്ട്രിങ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട് എന്നുള്ളൊരു വേരിയബിളിനകത്ത് ബനാന എന്നുള്ളൊരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട് എന്നുള്ള വേരിയബിളിനകത്ത് ബനാന എന്നുള്ളൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഒരു സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഡബിൾ കോട്ടിൽ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൽ കൊടുക്കേണ്ടി വരും. അതൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ കോട്ടിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ബനാന എന്നുള്ളൊരു സ്ട്രിങ് ആണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് സർട്ടൻ ക്യാരക്ടേഴ്സ് BANA അങ്ങനെ 6 ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു വേരിയബിളിനകത്ത് ഫ്രൂട്ട് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിന് ഓരോ പൊസിഷനിലുള്ള ക്യാരക്ടറും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ബനാന എന്നുള്ളതിനകത്ത് 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഈ 6 ക്യാരക്ടറും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇവിടെ ഓരോ ക്യാരക്ടറിനും ഓരോ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. അതായത് ഇവിടെ ബി എന്നുള്ള ക്യാരക്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക 0th ഇൻഡെക്സിലാണ്. അതായത് 0th ഇൻഡെക്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. എ എന്നുള്ള ക്യാരക്ടർ ഫസ്റ്റ് ഇൻഡെക്സ് അതിൽ ഇൻഡെക്സ് 1ലാണ് സ്റ്റോർ ചെയ്യുക. അതുപോലെ എൻ എന്നുള്ളത് ഇൻഡെക്സ് 2ലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓരോ ക്യാരക്ടറിനും ഓരോ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെറ്റർ എന്നുള്ളൊരു വേരിയബിളിനകത്ത് ഫ്രൂട്ട് ഓഫ് 1, അതായത് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1ലുള്ള ക്യാരക്ടറാണ് ഇത് റിട്ടേൺ ചെയ്യുക. സോ ഇൻഡെക്സ് 1നകത്ത് എ എന്നുള്ള ക്യാരക്ടറാണുള്ളത്, ഇൻഡെക്സ് 0ൽ B1. സോ ലെറ്റർ ഈക്വൽ ടു എ എന്നുള്ള വാല്യൂ ലെറ്ററിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ ആ ലെറ്റർ പ്രിന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് ആസ് എ. അപ്പോൾ ഇവിടെ ഓരോ പൊസിഷനിലുള്ള ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇൻഡെക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ കോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻട്രാക്റ്റീവ് ടെർമിനൽ മോഡാണ്, ഐഡിയൽ ആപ്ലിക്കേഷൻ്റെ ഇൻട്രാക്റ്റീവ് ടെർമിനൽ മോഡ്. ഇനി പൈത്തൺ LEN എന്നുള്ളൊരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫംഗ്ഷൻ എന്താണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ LEN എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ LEN ഫംഗ്ഷൻ വിൽ റിട്ടേൺ ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻസൈഡ് ദാറ്റ് സ്ട്രിങ്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് ഈക്വൽ ടു ബനാന, LEN ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നെങ്കിൽ വേരിയബിൾ നെയിം കൊടുക്കണം, അല്ലെങ്കിൽ LEN ഓഫ് ഡബിൾ കോട്ടിൽ ആ ഒരു സ്ട്രിങ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ LEN ഓഫ് ഡബിൾ കോട്ടിൽ ബനാന എന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ 6, കാരണം ഇതിനകത്ത് 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങിനകത്തുള്ള ലാസ്റ്റ് ക്യാരക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ലെങ്ത് ഈക്വൽ ടു LEN ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ലെങ്ത്തിനകത്ത് 6 എന്നുള്ള വാല്യൂ വന്നു. സോ ലാസ്റ്റ് ഈക്വൽ ടു ഫ്രൂട്ട് ഓഫ് ലെങ്ത് -1. അതായത് നിങ്ങൾക്കറിയാം ഇവിടെ ബനാന എന്നുള്ള ഈ ഒരു സ്ട്രിങ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. 0th ഇൻഡെക്സിൽ B ഉണ്ട്, ഫസ്റ്റ് ഇൻഡെക്സിൽ A ഉണ്ട്, സെക്കൻഡ് ഇൻഡെക്സിൽ N ഉണ്ട്, ദെൻ തേർഡ് ഇൻഡെക്സിൽ A ഉണ്ട്, ഫോർത്ത് ഇൻഡെക്സിൽ N ഉണ്ട്, ദെൻ ഫിഫ്ത്ത് ഇൻഡെക്സിലാണ് A വരുന്നത്. അതായത് 6ാമത്തെ പൊസിഷനാണ്, പക്ഷേ ഇൻഡെക്സിൻ്റെ വാല്യൂ വരുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത്തിനകത്ത് 6 ഉണ്ട്. സോ 6 - 1 എന്ന് പറഞ്ഞാൽ 5. സോ ഫ്രൂട്ട് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ക്യാരക്ടറാണ് റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇൻഡെക്സ് വാല്യൂ ഒരു -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്യുക. സോ ഫ്രൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ A ആണ് റിട്ടേൺ ചെയ്യുക.
ഫ്രൂട്ട് ഓഫ് -2 എന്ന് പറഞ്ഞാൽ n ആണ് റിട്ടേൺ ചെയ്യുക. ഫ്രൂട്ട് ഓഫ് -3 എന്ന് പറഞ്ഞാൽ അഗെയിൻ ഈ ഒരു a ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് വാല്യൂ നെഗറ്റീവ് വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിനകത്ത് ഓരോ ക്യാരക്ടറും എങ്ങനെ ഇൻഡിവിജ്വലി റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കോഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഈ കാണിച്ചിട്ടുള്ള കോഡ് ഇതിനകത്ത് 5 ലൈൻ ഓഫ് കോഡാണ് എഴുതിയിട്ടുള്ളത്. ഈ 5 ലൈൻ ഓഫ് കോഡ് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതായത് 2 ലൈൻ കോഡാക്കിയിട്ട് ചുരുക്കി എഴുതാൻ പറ്റും. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഈ കോഡ് നോക്കാം. ഇവിടെ ഇൻഡെക്സ് ഈക്വൽ ടു 0, അതായത് ഇൻഡെക്സ് എന്നുള്ള വേരിയബിളിനകത്ത് 0 എന്നുള്ള വാല്യൂ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് ബനാന എന്നുള്ളൊരു സ്ട്രിങ് ഫ്രൂട്ട് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഒരു കലാബ് സ്റ്റേറ്റ്മെന്റ് ഈ കോഡിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് ഈക്വൽ ടു ബനാന എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇനീഷ്യലി ഉണ്ട്. ഇനി ഇവിടെ വൈൽ ഇൻഡെക്സ് ലെസ് ദാൻ ലെങ്ത് ഓഫ് ഫ്രൂട്ട്, ഇൻഡെക്സ് ഇനീഷ്യലി 0 ആണ്. സോ 0 ലെസ് ദാൻ ലെങ്ത് ഓഫ് ഫ്രൂട്ട് വിൽ റിട്ടേൺ 6, കാരണം ഫ്രൂട്ടിനകത്ത് ബനാന എന്നുള്ള സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 0 ലെസ് ദാൻ 6 അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 0 എന്നുള്ള 0 എന്നുള്ളത് 6നേക്കാളും ചെറിയൊരു നമ്പർ ആണ്. സോ ലെറ്റർ ഈക്വൽ ടു ഫ്രൂട്ട് ഓഫ് ഇൻഡെക്സ്, ഇൻഡെക്സിൽ ഇനീഷ്യലി 0 ആണ്. സോ ഫ്രൂട്ട് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള ക്യാരക്ടർ ആണ് കിട്ടുക. ആ ബി എന്നുള്ള ക്യാരക്ടർ ലെറ്റർ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ഇനി പ്രിന്റ് ഓഫ് ലെറ്റർ, അതായത് ലെറ്റർ എന്നുള്ള വേരിയബിളിനകത്ത് ബി എന്നുള്ള ക്യാരക്ടർ വന്നിട്ടുണ്ട്. ആ ബി എന്നുള്ള ക്യാരക്ടർ ഇവിടെ പ്രിന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബി എന്നുള്ള ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. ഇനി ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് പ്ലസ് 1, ഇൻഡെക്സിന്റെ വാല്യൂ ഒന്ന് കൂട്ടി. ഇൻഡെക്സിന്റെ വാല്യൂ 0യിൽ നിന്ന് 1 ആയി. അഗെയിൻ 1 ലെസ് ദാൻ ലെങ്ത് ഓഫ് ഫ്രൂട്ട് നോക്കും, അതായത് 1 ലെസ് ദാൻ 6 ആണോ നോക്കും, ആണ്. സോ ലെറ്റർ ഈക്വൽ ടു ഫ്രൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആണ്. സോ പ്രിന്റ് ദാറ്റ് ലെറ്റർ. സോ എ എന്നുള്ള ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. ദെൻ ഇൻഡെക്സ് ഈക്വൽ ടു 2 ആക്കും. അഗെയിൻ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ബനാന എന്നുള്ള സ്ട്രിങ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ആണ് ഇവിടെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫോർ കാർ ഇൻ ഫ്രൂട്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് എന്നുള്ള വേരിയബിളിനകത്ത് ബനാന എന്നുള്ള സ്ട്രിങ് ഉണ്ട്. അതിനകത്തുനിന്ന് ഓരോ ക്യാരക്ടർ എടുക്കും, അത് കാർ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ബി എന്നുള്ള ക്യാരക്ടറാണ് കാറിനകത്ത് വരിക, അത് പ്രിന്റ് ചെയ്യും. അഗെയിൻ ഇങ്ങോട്ട് വരും, എ എന്നുള്ള ക്യാരക്ടർ എടുക്കും, കാറിനകത്ത് എ സ്റ്റോർ ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. ദെൻ എൻ എടുക്കും, എൻ കാറിൽ സ്റ്റോർ ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ഒരു 5 ലൈൻ ഓഫ് കോഡിന്റെ സിംപ്ലിഫൈഡ് വേർഷൻ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ കോഡ് സ്നിപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രിഫിക്സസ് ഈക്വൽ ടു JKLMNOPQ ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ട്. പ്രിഫിക്സസ് എന്നുള്ള സ്ട്രിങ് വേരിയബിളിനകത്ത്. സഫിക്സ് ഈക്വൽ ടു ACK എന്ന് പറഞ്ഞ വേറൊരു സ്ട്രിങ്ങും ഉണ്ട്. നമ്മളിവിടെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഫോർ ലെറ്റർ ഇൻ പ്രിഫിക്സസിനകത്ത് ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ട്. ലെറ്റർ എന്നുള്ളതൊരു യൂസർ ഡിഫൈൻഡ് വേരിയബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സ്ട്രിങ്ങിൽ നിന്ന് J എന്നുള്ള ക്യാരക്ടർ എടുക്കും, അത് ലെറ്ററിനകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ലെറ്ററിനകത്ത് ഇപ്പോൾ J ഉണ്ട്. ഇനി നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ലെറ്റർ പ്ലസ് സഫിക്സ്, അതായത് ലെറ്ററിന് ഇപ്പോൾ J ഉണ്ട്, J പ്ലസ് സഫിക്സിനകത്ത് ACK ഉണ്ട്. സോ J പ്ലസ് ACK എന്ന് പറഞ്ഞാൽ ജാക്ക് എന്നുള്ള സ്ട്രിങ് ആണ് പ്രിന്റ് ചെയ്യുക, ജാക്ക്. അഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യും. ഇതിനകത്ത് നിന്ന് K എന്നുള്ള ക്യാരക്ടർ എടുക്കും, അത് ലെറ്ററിൽ സ്റ്റോർ ചെയ്യും. സോ K പ്ലസ് ACK, കാക്ക് എന്ന് പ്രിന്റ് ചെയ്യും. അഗെയിൻ അടുത്ത ക്യാരക്ടർ എടുക്കും, L എടുക്കും, L ലെറ്ററിനകത്ത് സ്റ്റോർ ചെയ്യും. സോ L പ്ലസ് ACK, ലാക്ക് എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ACK അപ്പൻഡ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ജാക്ക്, കാക്ക്, ലാക്ക്, മാക്ക്, നാക്ക്, അങ്ങനെ ഓരോ സ്ട്രിങ് പ്രിന്റ് ചെയ്യും. ഇനി നമുക്കൊരു സ്ട്രിങ്ങിനകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ പോർഷനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും, അതായത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ് എന്നുള്ളൊരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേൾഡ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലാസ്റ്റ് 3 ക്യാരക്ടർ മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മിഡിലെ 2 ക്യാരക്ടർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത്
എസ് ഈക്വൽ ടു പീറ്റർ, പോൾ ആൻഡ് മേരി ഇങ്ങനൊരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിന്റ് എസ് ഓഫ് 0:5 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്നുള്ളത് നമ്മളെ സ്ട്രിങ് ആണ്. അതിനകത്തുനിന്ന് 0th പൊസിഷൻ, അതായത് 0th ഇൻഡെക്സ് മുതൽ 5 - 1th ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടറാണ് എടുക്കുക. അതായത് 0 മുതൽ 5 - 1 എന്ന് പറഞ്ഞാൽ 4, 0 മുതൽ 4th ഇൻഡെക്സിലുള്ള ക്യാരക്ടർ വരെ എടുക്കും. അപ്പോൾ ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലൈസിങ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0th ഇൻഡെക്സിൽ പി ഉണ്ട്, അവിടെ നിന്ന് 4ാമത്തെ ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടേഴ്സ് എടുക്കും. അതായത് 0, 1, 2, 3, 4. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ പീറ്റർ എന്നായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇനി സെക്കൻഡ് കേസ് നോക്കുക. സെക്കൻഡ് കേസിനകത്ത് എസ് ഓഫ് 7:11 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 7ാമത്തെ ഇൻഡെക്സ് മുതൽ 10ാമത്തെ ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടർ എടുക്കണം. അതായത് 11 - 1 വരെയാണ് പോവുക. അപ്പോൾ ഇവിടെ 7ാമത്തെ ഇൻഡെക്സിൽ എന്താ ഉള്ളത്? 0th ഇൻഡെക്സിൽ പി ഉണ്ട്. 0, 1, 2, 3, 4, 5, 6, 7. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അതാണ് 6th ഇൻഡെക്സിൽ വന്നിട്ടുള്ളത്. സോ 7th ഇൻഡെക്സിൽ പി ആണുള്ളത്. അവിടെ മുതൽ 10ാമത്തെ ഇൻഡെക്സ് വരെ പോകണം. 10ാമത്തെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 7, 8, 9, 10. സോ ഔട്ട്പുട്ട് പോൾ എന്നായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇനി തേർഡ് കേസിൽ പ്രിന്റ് എസ് ഓഫ് 17:21. അതായത് 17th ഇൻഡെക്സിൽ വരുന്നത് ഈ എം ആണ് വരുന്നത്. അവിടെ മുതൽ 21st ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടർ എടുക്കണം. 21st അല്ല, 20th ക്യാരക്ടർ വരെ എടുക്കണം. 20th ഇൻഡെക്സിൽ വരുന്ന ക്യാരക്ടർ വരെ എടുക്കണം. ഓക്കെ, എപ്പോഴും സെക്കൻഡ് വാല്യൂ എന്താണോ കൊടുക്കുന്നത് അതേ -1 വരെയുള്ള വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ 2-3 എക്സാമ്പിളുകളും കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലി വി ഹാവ് ഫ്രൂട്ട് ഈക്വൽ ടു ബനാന. ഫ്രൂട്ട് ഓഫ് ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ഇൻഡെക്സ്, അതായത് ഫസ്റ്റ് പൊസിഷനിലുള്ള ഇൻഡെക്സ് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഒമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ അത് കൗണ്ട് ചെയ്യും. ബൈ ഡിഫോൾട്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ കൗണ്ട് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ കൗണ്ട് ചെയ്തിട്ട് 3 - 1 വരെയാണ് പോവുക. 3 - 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സ് വരെ. ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 0, 1, 2 സെക്കൻഡ് ഇൻഡെക്സിൽ n ആണ് വരുന്നത്. സോ ബാൻ എന്നായിരിക്കും ഔട്ട്പുട്ട് വരിക, BAN. അതുപോലെ ഫ്രൂട്ട് ഓഫ് 3:empty ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഇൻഡെക്സ് മുതൽ എൻഡ് വരെ പോകും. ഒന്നും കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻഡ് വരെ പോകും. ഓക്കെ, സെക്കൻഡ് ഇൻഡെക്സ് ഒന്നും കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻഡ് വരെ പോകും. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഒന്നും കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മുതൽ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ 3ാമത്തെ ഇൻഡെക്സ് മുതൽ എൻഡ് വരെ പോകണം. 3ാമത്തെ ഇൻഡെക്സിൽ എന്താ ഉള്ളത്? 0, 1, 2, 3. 3ാമത്തെ ഇൻഡെക്സിൽ എ ഉണ്ട്, അവിടെ മുതൽ ലാസ്റ്റ് എ വരെ പോകണം. സോ ഔട്ട്പുട്ട് വിൽ ബി AN. സപ്പോസ് നിങ്ങൾ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും കൊടുത്തിട്ടില്ല എൻഡിങ് ഇൻഡെക്സും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്ട്രിംഗ് ആയിരിക്കും ഔട്ട്പുട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രിങ്ങിനകത്ത് സാധാരണ നമ്പർ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡബിൾ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾസ് എല്ലാം ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി നിങ്ങൾക്കറിയാം ഒരു സ്ട്രിങ്ങിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ആസ്കി വാല്യൂസ് ആണ് കമ്പയർ ചെയ്യുക. ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറയും. അതായത് ഓരോ ക്യാരക്ടറിനെയും കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ വരുന്നത് 65 ആണ്. സ്മോൾ ലെറ്റർ എയുടേത് വരുന്നത് 97 ആണ്. അതായത് ക്യാപിറ്റൽ ലെറ്റർ എ 65, ക്യാപിറ്റൽ ലെറ്റർ ബി 66, 67, 68 അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതുപോലെ സ്മോൾ ലെറ്റർ എയുടേത് 97 ആണ്, സ്മോൾ ലെറ്റർ ബിയുടേത് 98 ആണ്, സ്മോൾ ലെറ്റർ സിയുടേത് 99 ആണ്. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി വാല്യൂസ് ആണ് കമ്പയർ ചെയ്യുക. ആസ്കി വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വേർഡ് ഈക്വൽ ടു സീബ്ര എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട്. if word less than banana, അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡിനകത്ത് സീബ്ര ഉണ്ട്, z ലെസ് ദാൻ ബി കമ്പയർ ചെയ്യും ഫസ്റ്റ്, z ലെസ് ദാൻ ബി. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ z ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ എ സ്റ്റാർട്ട് ചെയ്യുന്നത് 65 മുതലാണ്. അപ്പോൾ എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ ആസ്കി വാല്യൂസും എല്ലാ സ്മോൾ ലെറ്റേഴ്സിന്റെ ആസ്കി വാല്യൂസിനേക്കാളും, അതായത് കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ z എന്നുള്ളത് ബിനേക്കാളും മുമ്പിലാണ് വരുന്നത്, അതായത് ചെറുതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീബ്ര കംസ് ബിഫോർ ബനാന.
ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യില്ല, കാരണം ഇത് ഫസ്റ്റ് ഐറ്ററേഷൻ തന്നെ ഇത് കണ്ടീഷന് ട്രൂ ആണ്. ഇനി സ്ട്രിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇമ്മ്യൂട്ടബിലിറ്റി. അതായത് സ്ട്രിങ്ങിനകത്ത് വരുന്ന വാല്യൂസ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനകത്ത് വരുന്ന വാല്യൂസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇമ്മ്യൂട്ടബിൾ. ഒരു ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഗ്രീറ്റിംഗ് ഈക്വൽ ടു ഹലോ വേൾഡ് എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട്. ഗ്രീറ്റിംഗ് ഓഫ് 0 ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, അത് എറർ കാണിക്കും. കാരണം ഇവിടെ നമ്മൾ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഹലോ വേൾഡ് ഉണ്ട്, അതിൽ 0th ഇൻഡെക്സിൽ ഈ എച്ചിന് പകരം ജെ സ്റ്റോർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. കാരണം അത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ക്യാരക്ടറിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രീറ്റിംഗ് ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന സ്ട്രിങ് ഉണ്ട്, നിങ്ങളൊരു വേറൊരു സ്ട്രിങ്ങിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതായത് ജെ എന്നുള്ള ക്യാരക്ടർ എടുക്കണം, ജെ എന്നുള്ള ക്യാരക്ടറിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഗ്രീറ്റിംഗ് ഓഫ് 1 മുതൽ എൻഡ് വരെ ആ ഒരു സ്ട്രിങ്ങിനെ അപ്പെൻഡ് ചെയ്യുക. അതായത് ഗ്രീറ്റിംഗ് ഓഫ് 1 മുതൽ, അതായത് ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ, അതായത് ഇ മുതൽ എൻഡ് വരെയുള്ള സ്ട്രിങ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ജെയുടെ കൂടെ അപ്പെൻഡ് ചെയ്യുക. പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കോൺകാറ്റിനേഷൻ ആണ്, അല്ലെങ്കിൽ അപ്പെൻഡ് ഓപ്പറേഷൻ ആണ്. എന്നിട്ട് ആ ന്യൂ ഗ്രീറ്റിംഗ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഈ എച്ചിന് പകരം ജെ അവിടെ കയറി വരും. അത് ആക്ച്വലി നടക്കുന്നത് ഈ ഗ്രീറ്റിംഗ് എന്നുള്ള വേരിയബിളിനകത്തല്ല, പകരം ന്യൂ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനകത്ത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എത്ര ടൈംസ് ഒക്കർ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോഗ്രാം കോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബനാന എന്നുള്ള ഒരു സ്ട്രിങ്ങിനകത്ത് എ എന്നുള്ള ക്യാരക്ടർ എത്ര ടൈംസ് ഒക്കർ ചെയ്യേണ്ടതെന്നുള്ള ഒരു സാമ്പിൾ കോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് ഈക്വൽ ടു ബനാന, ഇനീഷ്യലി കൗണ്ട് ഈക്വൽ ടു 0, ഫോർ കാർ ഇൻ ഫ്രൂട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് എന്നുള്ള വേരിയബിളിനകത്ത് ബനാന എന്നുള്ള സ്ട്രിങ് ഉണ്ട്, അതിനകത്ത് ഓരോ ക്യാരക്ടർ എടുക്കും, അത് കാർ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. സോ ഫസ്റ്റ് ഐറ്ററേഷനിൽ ഇതൊരു ലൂപ്പാണ്, ഫസ്റ്റ് ഐറ്ററേഷനിൽ കാർ എന്നുള്ള വേരിയബിളിനകത്ത് ബി കയറി വരും. ഇഫ് കാർ ഈക്വൽസ് എ ആണോ എന്ന് ചെക്ക് ചെയ്യും, അതായത് ബി ഈക്വൽസ് എ ആണോ എന്ന് ചെക്ക് ചെയ്യും. ബി ഈക്വൽസ് എ അല്ല, അപ്പം എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് വരും കൺട്രോൾ, അടുത്ത ക്യാരക്ടർ എടുക്കും. അടുത്ത ക്യാരക്ടർ എ ആണ്, എ എന്നുള്ളത് കാർ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. കാർ ഈക്വൽസ് എ, അതായത് എ ഈക്വൽസ് എ ആണെന്ന് ചെക്ക് ചെയ്യും, അത് ട്രൂ ആണ്. സോ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, കൗണ്ട് 0ൽ നിന്ന് 1 ആവും. അഗൈൻ അടുത്ത ക്യാരക്ടർ എൻ എടുക്കും, എൻ കമ്പയർ ചെയ്ത് നോക്കും, അല്ല. അടുത്ത ക്യാരക്ടർ എടുക്കും, എ എടുക്കും, എ ഈക്വൽ ടു എ ആണ്, സോ കൗണ്ട് ഈക്വൽ ടു 2 ആകും. അഗൈൻ അടുത്ത ക്യാരക്ടർ എൻ എടുക്കും, അല്ല. ദെൻ അടുത്ത ക്യാരക്ടർ എ എടുക്കും, കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, സോ ഔട്ട്പുട്ട് വിൽ ബി 3. നമ്മൾ കൗണ്ട് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, സോ ഔട്ട്പുട്ട് വിൽ ബി 3. ഇനി ഇവിടെ ഈ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ 6 ലൈൻ ഓഫ് കോഡാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ 6 ലൈൻ ഓഫ് കോഡിനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ 2 ലൈൻ ഓഫ് കോഡാക്കി ചുരുക്കി എഴുതാൻ പറ്റും. 2 ലൈനിൽ ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്, ഇതൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് വി ഹാവ് str ഈക്വൽ ടു ബനാന എന്നുള്ള സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക, അതിനകത്ത് നിന്ന് നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സെർച്ച് ചെയ്യണം എന്ന് കരുതുക. ഇവിടെ ഇനീഷ്യലി ഇൻഡെക്സ് ഈക്വൽ ടു 0 ആണ്, 0 ലെസ് ദാൻ 6 ആണോ ചെക്ക് ചെയ്യും. ലെങ്ത് ഓഫ് str, ലെങ്ത് ഓഫ് ബനാന പറഞ്ഞാൽ 6 ആണ്, സോ 0 ലെസ് ദാൻ 6 ആണോ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണ്. എന്നിട്ട് ഇവിടെ ആ പെർട്ടിക്കുലർ ഇൻഡെക്സിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന്റെ ഇൻഡെക്സ് പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കോഡ് യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സെർച്ച് ചെയ്യും, അത് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ ഐറ്ററേഷനിലും ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയിട്ട് ഓരോ ഇൻഡെക്സിൽ പോയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ ആണോ അല്ല എന്നുള്ളത് കമ്പയർ ചെയ്യും. ആണെങ്കിൽ ആ പൊസിഷൻ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടർ ചെക്ക് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, -1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇത്രയും ലൈൻ ഓഫ് കോഡിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. str ഈക്വൽ ടു ബനാന,
str dot find of n. Find എന്നുള്ളത് പൈത്തണിനകത്തുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷന് സ്ട്രിംഗ് മൊഡ്യൂളിനകത്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് സ്ട്രിംഗ് ആണോ ആ സ്ട്രിംഗ് സ്പെസിഫൈ ചെയ്യുക. അതേ ഡോട്ട് ഫൈൻഡ് ഓഫ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ എന്താണോ അത് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻഡ് ഫംഗ്ഷന് ചെയ്യുക ആ ഒരു സ്ട്രിങ്ങിനകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടറിന്റെ ഫസ്റ്റ് ഒക്കറൻസ് എവിടെയാണോ വരുന്നത് ആ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0, 1, 2. സെക്കൻഡ് ഇൻഡെക്സിലാണ് n ഫസ്റ്റ് ടൈം ഒക്കർ ചെയ്തത്, ആ 2 ആണ് റിട്ടേൺ ചെയ്യുക. നിങ്ങൾക്ക് ഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമല്ല ഒരു സ്ട്രിങ്ങിന് ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ n എന്നുള്ള ഒരു സ്ട്രിംഗ് ആണ് ഈ ബനാനയിൽ സെർച്ച് ചെയ്യുന്നത്, സബ് സ്ട്രിംഗ് ആണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ സബ് സ്ട്രിംഗ് സെർച്ച് ചെയ്യുമ്പോൾ ആ സബ് സ്ട്രിംഗ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിങ് ക്യാരക്ടറിന്റെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ n എന്നുള്ള ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സെക്കൻഡ് ഇൻഡെക്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ റിട്ടേൺ 2. ഇനി ഫൈൻഡ് ഫംഗ്ഷന്റെ വേറെ രണ്ട് വേരിയേഷൻ ആണ്. ഇവിടെ സ്ട്രിംഗ് ഡോട്ട് ഫൈൻഡ് ഓഫ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട സബ് സ്ട്രിംഗ് കൊടുക്കുക. സെക്കൻഡ് ആർഗ്യുമെന്റ് നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ മുതൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് ആർഗ്യുമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ n എന്നുള്ള സബ് സ്ട്രിങ് നിങ്ങളെ ഫ്രൂട്ട് എന്നുള്ള മെയിൻ സ്ട്രിങ്ങിനകത്ത് തേർഡ് ഇൻഡെക്സ് മുതൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇതിന്റെ മീനിങ്. തേർഡ് ഇൻഡെക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വേരിയബിൾ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രിംഗ് ആയിട്ട് തന്നെ കൊടുക്കാം. ദാറ്റ് സ്ട്രിംഗ് ഡോട്ട് ഫൈൻഡ് ഓഫ് ബി എന്നുള്ള ക്യാരക്ടർ ആണ് സെർച്ച് ചെയ്യേണ്ടത്. എവിടെ മുതൽ എവിടം വരെ പോകണം, അതായത് ഇവിടെ സെക്കൻഡ് ആർഗ്യുമെന്റ് -1 വരെയാണ് പോകുക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നോട്ട് ഇൻക്ലൂഡിങ് 2. അപ്പോൾ ഇവിടെ ഇതിന്റെ മീനിങ് ബി എന്നുള്ള ക്യാരക്ടറിനെ ഈ ബോബ് എന്നുള്ള സ്ട്രിങ്ങിനകത്ത് സെർച്ച് ചെയ്യണം. അത് എവിടെ മുതൽ എവിടം വരെ പോകണം എന്നുള്ളതാണ് ഈ രണ്ട് ആർഗ്യുമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 2-1th ഇൻഡെക്സ് വരെ. 2-1th ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ് വരെ തന്നെയാണ്. അതായത് ഈ O എന്നുള്ള മിഡിൽ ഈ ഒരു പൊസിഷനിൽ ബി എന്നുള്ള ക്യാരക്ടർ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇറ്റ് വിൽ റിട്ടേൺ -1, കാരണം ഇവിടെ O ആണ്, ബി അല്ല. അപ്പോൾ ഇത് ആ എലിമെന്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ -1 ആണ് റിട്ടേൺ ചെയ്യുക. ഇനി പൈത്തണിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ് ഇൻ. അതായത് ഇവിടെ ഓപ്പറേറ്റർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുക, ഇൻ ഓപ്പറേറ്റർ. അതായത് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു മെയിൻ സ്ട്രിങ്ങിനകത്ത് പ്രസന്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇൻ ഓപ്പറേറ്ററിന്റെ റിസൾട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്ട്രിങ് ഒരു പർട്ടിക്കുലർ മെയിൻ സ്ട്രിങ്ങിനകത്ത് പ്രസന്റ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഫ്രൂട്ട് ഈക്വൽ ടു ബനാന എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട്. ഇവിടെ NaN എന്നുള്ളത് ഒരു സബ് സ്ട്രിങ് ആണ്. NaN ഇൻ ഫ്രൂട്ട്, ഇതിന്റെ മീനിങ് എന്താണ്? NaN ഫ്രൂട്ടിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഫ്രൂട്ട് പറഞ്ഞാൽ ബനാനയാണ്. സോ NaN ബനാനയിൽ ഉണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. നിങ്ങൾക്കറിയാം ഇവിടെ NaN എന്ന് പറഞ്ഞൊരു സബ് സ്ട്രിങ് ഇതിനകത്ത് പ്രസന്റ് ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. ഇനി മാൻ ഇൻ ഫ്രൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫാൾസ് ആയിരിക്കും, കാരണം ഇതിനകത്ത് മാൻ എന്നുള്ളൊരു സബ് സ്ട്രിങ് ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റർ ആണ് ഇൻ ഓപ്പറേറ്റർ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിനകത്ത് അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിന് മേലെ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പം അങ്ങനെ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആ ഒരു സ്ട്രിങ്ങിന് മേലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു dir ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. dir ഫംഗ്ഷൻ, അതായത് ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് ഈക്വൽ ടു ബനാന, ദെൻ dir ഓഫ് ദാറ്റ് വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് കിട്ടും. അതായത് ആ ഒരു സ്ട്രിങ്ങിന് മേലെ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു സ്ട്രിങ്ങിന് മേലെ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ്. ഇത് ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒതൻറ്റിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജിമെയിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് എന്താണോ പാസ്വേഡ് ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ചില ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് മിനിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇത്ര വേണം, അതിനകത്ത്
ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിക്സ് ആയിട്ട് വരണം, സ്പെഷ്യൽ സിംബൽസ് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് മാത്രമാണ്. ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഫൈൻഡ് ഓർ ഇൻഡെക്സ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഒരു മെയിൻ സ്ട്രിങ്ങിനകത്ത് പ്രസന്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി, സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡ് യൂസ് ചെയ്യുക. അത് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിന്റെ സബ് സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ പൊസിഷൻ ആണ് റിട്ടേൺ ചെയ്യുക, എവിടെ അത് കണ്ടു എന്നുള്ളത് റിട്ടേൺ ചെയ്യും. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതേ പർപ്പസ് തന്നെയാണ് ഇൻഡെക്സും ചെയ്യുക, രണ്ടും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ഇൻഡെക്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് യൂസ് ചെയ്യുക. കൗണ്ട് ഫംഗ്ഷൻ റിട്ടേൺസ് ദി നമ്പർ ഓഫ് ടൈംസ് എ സ്പെസിഫൈഡ് വാല്യൂ ഒക്കേഴ്സ് ഇൻ എ സ്ട്രിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫ്രൂട്ട് എന്നുള്ള ഒരു സ്ട്രിങ്, ഒരു വേരിയബിളിനകത്ത് ബനാന എന്നുള്ള സ്ട്രിങ് ഉണ്ട് കരുതുക. സോ ഫ്രൂട്ട് ഡോട്ട് കൗണ്ട് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് എന്നുള്ള ആ ഒരു വേരിയബിളിനകത്ത്, അല്ലെങ്കിൽ ആ വേരിയബിളിനകത്ത് ബനാന എന്നുള്ള സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിൽ എൻ എന്നുള്ള ക്യാരക്ടർ എത്ര ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് കൗണ്ട് ചെയ്യും. നമ്പർ ഓഫ് ഒക്കറൻസ് ആണ് അത് കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാർട്ട്സ് വിത്ത്, അതായത് ഒരു സ്ട്രിങ് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാൻ അതിന് വേണ്ടിയാണ് സ്റ്റാർട്ട്സ് വിത്ത് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് ഓഫ് ബി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് എന്നുള്ള വേരിയബിളിനകത്ത് ബനാന എന്നുള്ള സ്ട്രിങ് ഉണ്ട്, സോ അത് ബി വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇതേപോലെ തന്നെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് എൻസ് വിത്ത്. അത് എൻഡ് വിത്ത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ 2-3 മെത്തേഡ് ഉണ്ട്. ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ച മെത്തേഡ് മാത്രമേ അത്യാവശ്യമായിട്ടുള്ള മെത്തേഡ്സ് ആണ്, അത് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഈസ് ലോവർ, അതായത് നിങ്ങൾ കൊടുത്ത സ്ട്രിങ്ങിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ലോവർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ഓൾ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് ആർ ലോവർ കേസ്. അതുപോലെ തന്നെ ഈസ് അപ്പർ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും അപ്പർ കേസ് ക്യാരക്ടേഴ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോവർ ഫംഗ്ഷൻ ഉണ്ട്. ലോവർ ഫംഗ്ഷൻ കൺവേർട്സ് ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ് ഇൻ ടു ലോവർ കേസ്. അതായത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്ട്രിങ്ങിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ലോവർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ അപ്പർ ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്ട്രിങ്ങിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്പർ ഫംഗ്ഷൻ. അതുപോലെ തന്നെ എൽ സ്ട്രിപ്പ് ഉണ്ട്, ആർ സ്ട്രിപ്പ് ഉണ്ട്. അതായത് എംപ്റ്റി സ്പേസസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ട സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്പേസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് എന്ത് ചെയ്യണം, ട്രിം ചെയ്ത് കളയണം. അപ്പോൾ അത് എൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് എ ലെഫ്റ്റ് ട്രിം വേർഷൻ ഓഫ് ദി സ്ട്രിങ്. അതായത് ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് എല്ലാ ബ്ലാങ്ക് സ്പേസസും അല്ലെങ്കിൽ സ്പേസസും എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ ആർ സ്ട്രിപ്പ് ഉണ്ട്, റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യും, അതിനെ സ്ട്രിപ്പ് ചെയ്ത് കളയും. ദെൻ സിംപ്ലി സ്ട്രിപ്പ് ഫംഗ്ഷൻ ഉണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും സ്ട്രിപ്പ് ചെയ്ത് കളയാൻ വേണ്ടി, ട്രിം ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. റീപ്ലേസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു മെയിൻ സ്ട്രിങ്ങിനകത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ സബ് സ്ട്രിങ് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റീപ്ലേസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു മെയിൻ സ്ട്രിങ്ങിൽ നിന്ന് ഒരു സബ് സ്ട്രിങ്ങിനെ പുതിയൊരു സ്ട്രിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ റീപ്ലേസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിൽ മെയിൻ സ്ട്രിങ്ങിൽ നിന്ന് ഒരു സബ് സ്ട്രിങ്ങിനെ റിമൂവ് ചെയ്യാനും പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ആർ ഫൈൻഡ് ഉണ്ട്, ആർ ഇൻഡെക്സ് ഉണ്ട്. അതായത് ഫൈൻഡും ഇൻഡെക്സും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് എന്ത് ചെയ്യും, ഫൈൻഡ് ഫംഗ്ഷന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒക്കറൻസ് എവിടെയാണ് വരുന്നത്, ആ ഇൻഡെക്സ് ആണത് റിട്ടേൺ ചെയ്യുക ഫൈൻഡ് ഫംഗ്ഷൻ. ഇനി അത് നേരെ റിവേഴ്സ്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർ ഫൈൻഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആർ ഇൻഡെക്സ് ഉണ്ട്. ദെൻ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉണ്ട്, അതായത് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹലോ വേൾഡ് എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട് കരുതുക. അപ്പോൾ അവിടെ ഹലോ എന്നുള്ളൊരു സ്ട്രിങ് ആണ്, വേൾഡ് എന്നുള്ളത് വേറൊരു സ്ട്രിങ് ആണ്. അതായത് അങ്ങനെ രണ്ട് സെപ്പറേറ്റ് സ്ട്രിങ് ആക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഹലോ വേൾഡ് എന്നുള്ള ഒറ്റ സ്ട്രിങ്ങിനെ രണ്ട് സെപ്പറേറ്റ് വേർഡ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ സ്വാപ്പ് കേസ് ഫംഗ്ഷൻ ഉണ്ട്. സ്വാപ്പ് കേസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യാണ്, കേസ് കൺവേർട്ട് ചെയ്യാൻ, എല്ലാ അപ്പർ കേസിനും ലോവർ കേസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, എല്ലാ ലോവർ കേസിനും അപ്പർ കേസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാപ്പ് കേസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 3 എക്സാമ്പിൾ പ്രോഗ്രാംസ് ആണ് ചെയ്യാനുള്ളത്.
ഇതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു സെർച്ച് എ സബ്സ്ട്രിങ് ഇൻ എ ഗിവൺ സ്ട്രിങ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ പൈത്തൺ ഇൻ്റർപ്രെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് മെയിൻ സ്ട്രിങ് ഫസ്റ്റ് റീഡ് ചെയ്യാം. സോ എസ് ഈക്വൽ ടു റീഡ് ചെയ്യാൻ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. യൂസർ ഇടുന്ന ഒരു സ്ട്രിങ് റീഡ് ചെയ്യണം. സോ എൻ്റർ ദ മെയിൻ സ്ട്രിങ്. ഇപ്പോൾ യൂസർ നോർമലി ഒരു മെയിൻ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു സബ്സ്ട്രിങ് ആണ് സെർച്ച് ചെയ്യേണ്ടത്. സോ സബ്സ്ട്രിങ് റീഡ് ചെയ്യണം. സോ സബ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ദ സബ്സ്ട്രിങ് ടു സെർച്ച്. ഇപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രിങ് എസിനകത്തുണ്ട്. നമുക്ക് സെർച്ച് ചെയ്യേണ്ട സ്ട്രിങ് സബ് എന്നുള്ള വേരിയബിളിനകത്തുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. നമുക്കത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ ഈഫ് സബ് ഇൻ എസ്, ദാറ്റ് മീൻസ് ഈ സബ് എന്നുള്ള സബ് സ്ട്രിങ് എസിനകത്ത് പ്രസന്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാണ്. പ്രസന്റ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പ്രിന്റ് സബ്സ്ട്രിങ് ഫൗണ്ട് അറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഇൻഡെക്സ് പ്രിന്റ് ചെയ്യാം. സോ ഇൻഡെക്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഫൈൻഡ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ എസ് ഡോട്ട് ഫൈൻഡ് ഓഫ് സബ്, അതായത് എസ് എന്നുള്ള മെയിൻ സ്ട്രിങ്ങിനകത്ത് ഈ ഒരു സബ് സ്ട്രിങ് ഫൈൻഡ് ചെയ്യണം. സോ ഈ ഫൈൻഡ് ഫംഗ്ഷന് അതിൻ്റെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക. അതായത് ഏത് പൊസിഷനിലാണ് ആ ഒരു സബ് സ്ട്രിങ് കണ്ടുവച്ചാൽ ആ പൊസിഷനാണ് പ്രിന്റ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിന്റ് സ്ട്രിങ് നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ സബ് സ്ട്രിങ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. സബ് സ്ട്രിങ് നോട്ട് ഫൗണ്ട്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ മെയിൻ സ്ട്രിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഹലോ വേൾഡ് എന്നുള്ളൊരു മെയിൻ സ്ട്രിങ് കൊടുക്കാം. ഹലോ വേൾഡ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സബ് സ്ട്രിങ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. സബ് സ്ട്രിങ് നമുക്ക് തൽക്കാലം OR കൊടുത്തു നോക്കാം. OR സബ് സ്ട്രിങ് ഫൗണ്ട് അറ്റ് 7, ദാറ്റ് മീൻസ് എച്ചിൻ്റെ ഇൻഡെക്സ് 0 ആണ്. ഈ 1 2 3 4 5 6 7, അതായത് ഓടെ ഇൻഡെക്സ് വരുന്നത് 7 ആണ്. അപ്പോൾ ആ ഒരു ഓടെ പൊസിഷനാണ് അവിടെ പ്രിന്റ് ചെയ്യാം. ഇനി സപ്പോസ് നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തൊരു സബ് സ്ട്രിങ് കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ് എന്നുള്ള മെയിൻ സ്ട്രിങ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ZZ എന്നുള്ളൊരു സ്ട്രിങ് കൊടുത്തു നോക്കാം. സോ സബ് സ്ട്രിങ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സ്ട്രിങ് ഫൈൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള പ്രോഗ്രാം. നമുക്ക് ചെയ്യാനുള്ള സെക്കൻഡ് ക്വസ്റ്റ്യന് ഒരു സബ് സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിവിടെ ഇതേ പ്രോഗ്രാമിനൊന്ന് എഡിറ്റ് ചെയ്യാം. സോ എസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ദ മെയിൻ സ്ട്രിങ്, സബ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ദ സബ് സ്ട്രിങ് ടു സെർച്ച്. നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സ്ട്രിങ് ന്യൂ എന്നുള്ളൊരു വേരിയബിളിനകത്തോട് സ്റ്റോർ ചെയ്യാൻ തൽക്കാലം. സോ ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ന്യൂ സ്ട്രിങ്. നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ അത് ന്യൂ എന്നുള്ള വേരിയബിളിനകത്തോട് സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്കിവിടെ ചെയ്യാനുള്ളത് ആ എലിമെൻ്റ് ആ ഒരു സ്ട്രിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ റീപ്ലേസ് ചെയ്യണം. സോ റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് പ്രിന്റ് ചെയ്യാം. സോ ആഫ്റ്റർ റീപ്ലേസ്മെന്റ് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റീപ്ലേസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. റീപ്ലേസ്, അതായത് എസ് എന്നുള്ള മെയിൻ സ്ട്രിങ്ങിൽ ഈ സബ് എന്നുള്ള സബ് സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്യണം. ദെൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതും കൂടി പറഞ്ഞു കൊടുക്കുക രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട്. നമുക്ക് പുതിയൊരു സ്ട്രിങ് ഇവിടെ യൂസറിന് നോർമലി ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്ട്രിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അല്ലാണ്ടെങ്കിൽ സബ് സ്ട്രിങ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ മെയിൻ സ്ട്രിങ്. ഹായ് വെൽക്കം എന്ന് കൊടുക്കാം. ഹായ് വെൽക്കം. എൻ്റർ ദ സബ് സ്ട്രിങ് ടു സെർച്ച്. നമുക്ക് EL എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ELC എന്ന് കൊടുക്കാം. ELC. എൻ്റർ ദ ന്യൂ സ്ട്രിങ്, അതായത് ഈ ELC വെച്ചിട്ട് എന്ത് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് തൽക്കാലം ABC എന്ന് കൊടുക്കാം. ABC. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹായ് WABCOME ഇതാണ് ഔട്ട്പുട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ആ സബ് സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രിങ് കിട്ടി. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു സബ് സ്ട്രിങ് സെർച്ച് ചെയ്തിട്ട് അത് പ്രസൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഡിലീറ്റ് ചെയ്യണം. സബ് സ്ട്രിങ് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ സ്ട്രിങ്ങിൻ്റെ ആവശ്യമില്ല. സോ അതിനകത്ത് പ്രസൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ ആഫ്റ്റർ ഡിലീഷൻ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു ന്യൂ സബ് സ്ട്രിങ്ങിന് പകരം ഒരു എംപ്റ്റി സ്ട്രിങ് കൊടുത്താൽ മതി. ഒരു എംപ്റ്റി സ്ട്രിങ് ഒന്നും വെച്ച് റീപ്ലേസ് ചെയ്യേണ്ട.
ഓക്കെ, ഡിലീറ്റ് ആയി പോയിക്കോളൂ. അപ്പോൾ ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ മെയിൻ സ്ട്രിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഹലോ വെൽക്കം. നമുക്ക് ഇതിനകത്ത് നിന്നൊരു സബ് സ്ട്രിങ് ഡിലീറ്റ് ചെയ്യണം. സോ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സ്ട്രിങ് LLO എന്ന് കൊടുത്തു നോക്കാം. കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഹി വെൽക്കം, അതായത് ഈ ഒരു സബ് സ്ട്രിങ്ങിനെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പ്രിൻറ്റ് ചെയ്യുക. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ലിസ്റ്റിൻ്റെ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.